ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓറൽ എവിഡൻസ് അണ്ടർ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872നെ കുറിച്ചിട്ടാണ്. ഈ ഒരു ടോപ്പിക്കിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. സെക്ഷൻ 3 ക്ലോസ് 1 ഓഫ് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ് ഓറൽ എവിഡൻസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ സെക്ഷൻ പ്രകാരം കോടതി അനുവദിച്ചിട്ടുള്ള എല്ലാ പ്രസ്താവനകളും അതുപോലെ തന്നെ അന്വേഷണത്തിന്റെ കീഴിലുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സാക്ഷികളുടെ കയ്യിൽ നിന്ന് ആവശ്യപ്പെടുന്ന എല്ലാ പ്രസ്താവനകളെയുമാണ് നമ്മൾ ഓറൽ എവിഡൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ സെക്ഷൻ പറഞ്ഞിട്ടുള്ളത്. Word oral in itself describes its meaning as something spoken or expressed by mouth. സോ ഈ ഓറൽ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സംസാരിക്കുന്ന രീതിയിൽ, അതായത് നമ്മുടെ വാക്കാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതോ അതല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് പറയുന്ന കാര്യത്തിനെയാണ് നമ്മൾ ഓറൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു വിറ്റ്നസ് വാക്കാൽ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള, അതായത് അയാളുടെ വാ വഴി സംസാരിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ള കാര്യത്തിനെയാണ് നമ്മൾ ഈ ഓറൽ എവിഡൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കോടതിയിൽ ട്രയൽ നടക്കുന്ന സമയത്ത് നമ്മുടെ വിറ്റ്നസ് അയാളുടെ വായ കൊണ്ട് മൊഴിയുന്ന അതല്ലെങ്കിൽ വായ കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ ഈ ഓറൽ എവിഡൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓറൽ എന്നുള്ള വാക്ക് വെർബൽ എന്നുള്ള ടേമിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഓറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വാ വഴി സംസാരിച്ചുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യമാണ്. ബട്ട് വെർബൽ എന്നുള്ള വാക്ക് ഈ ഓറലിൽ നിന്ന് വളരെ അധികം വ്യത്യാസമുള്ള ഒന്ന് തന്നെയായിരുന്നു. അതായത് വെർബൽ എന്ന് പറഞ്ഞാലും അവിടെ വാക്ക് തന്നെയാണ്, അതായത് ബൈ വേർഡ്സ് തന്നെയാണ്. പക്ഷെ ഈ വേർഡ്സ് എന്ന് പറയുന്നത് വാ വഴി സംസാരിച്ചുകൊണ്ടായിരിക്കണം എന്നില്ല. അതായത് നമുക്ക് ചിലപ്പോൾ എഴുതി എക്സ്പ്രസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. സോ വെർബൽ എന്നുള്ള വാക്കും ഓറൽ എന്നുള്ള വാക്കും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വെർബൽ എന്ന് പറയുമ്പോൾ അത് വേർഡ് തന്നെയാണ്, ബട്ട് ആ വേർഡ് എല്ലായ്പ്പോഴും സംസാരിച്ചുകൊണ്ട് തന്നെയാണ് എക്സ്പ്രസ് ചെയ്യണം എന്നില്ല. സോ ഈ ഒരു കാര്യം, അതായത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഓറൽ എന്നുള്ളതും വെർബൽ എന്നുള്ള ടേമും ഡിഫറെൻ്റ് ആണ് എന്ന് ഹെൽഡ് ചെയ്തിട്ടുള്ള ഒരു കേസായിരുന്നു ക്യൂൻ എംപ്രസ് വേഴ്സസ് അബ്ദുള്ള. ഈ കേസിലാണ് ഡിഫറൻസ് ബിറ്റ്വീൻ വെർബൽ ആൻഡ് ഓറൽ എന്നുള്ളത് എലാബറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The term verbal means words and yet it is not necessary that the words should be spoken. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ വെർബൽ എന്ന് പറഞ്ഞാൽ വേർഡ്സ് എന്നാണ് അർത്ഥം വെക്കുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ വേർഡ്സ് എപ്പോഴും നമ്മൾ പറഞ്ഞുകൊള്ളണം എന്നില്ല, വേറെ പല മാർഗത്തിലൂടെ നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. Hence, if in the section term oral is used, it means the statement should be spoken by mouth. സോ അതുകൊണ്ട് തന്നെ സെക്ഷൻ 3 ക്ലോസ് 1 പ്രകാരം ഇവിടെ ഓറൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാ സ്റ്റേറ്റ്മെന്റും വാക്കാൽ വായ കൊണ്ട് പറഞ്ഞിട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വെർബലിനെയും അതുപോലെ തന്നെ ഈ ഓറലിനെയും നമുക്ക് ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ ചുരുക്കി പറയുന്നത്. സോ ഓറൽ എവിഡൻസ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും വായ കൊണ്ട് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം. ഇനി നമുക്ക് ഓറൽ എവിഡൻസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷൻ നോക്കാം. അതായത് സെക്ഷൻ 119 ഡം വിറ്റ്നസസ്, അതായത് മൂകസാക്ഷികളെ കുറിച്ചിട്ടാണ് ഈ സെക്ഷൻ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ, സംസാരിക്കാൻ കഴിയാത്ത ഒരു സാക്ഷിക്ക് അയാളുടെ തെളിവുകൾ ഒരു ഇന്റലിജിബിൾ, അതായത് അയാൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു മാർഗത്തിലൂടെ അയാൾക്ക് കൊടുക്കാവുന്നതാണ്. അതൊന്നെങ്കിൽ ചിലപ്പോൾ എഴുത്തിലൂടെ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങൾ കാണിച്ചിട്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. ബട്ട് അയാൾ കൊടുക്കുന്ന ആ തെളിവ് എപ്പോഴും കോടതിയുടെ മുൻപാകെ വെച്ചിട്ടും ആയിരിക്കണം. അതായത് ഇപ്പോൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് കോടതിയുടെ മുൻപിൽ വെച്ചിട്ടായിരിക്കണം എഴുതേണ്ടത്. അതല്ലെങ്കിൽ ഏതെങ്കിലും സയൻസ് കാണിച്ചിട്ടാണ് കൺവേ ചെയ്യുന്നതെങ്കിൽ അതും കോടതിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടായിരിക്കണം. സോ അങ്ങനെ ഒരു മൂകസാക്ഷി കൊടുക്കുന്ന എവിഡൻസിനെ ഒരു ഓറൽ എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കുക എന്നാണ് ഈ സെക്ഷൻ 119 പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ കോർട്ടിന് മുൻപാകെ നമ്മുടെ ഈ ഡം വിറ്റ്നസ് കൊടുക്കുന്ന ഈ ഒരു എവിഡൻസിനെ ഓറൽ എവിഡൻസ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സെക്ഷൻ 3 ക്ലോസ് 1ന് അഡീഷൻ ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ്.
ഈ ഓറൽ എവിഡൻസുമായി ബന്ധപ്പെട്ടിട്ട് രണ്ട് സെക്ഷൻസും കൂടി നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ പറയുന്നുണ്ട്. അതായത് സെക്ഷൻ 59ഉം അതുപോലെ തന്നെ സെക്ഷൻ 60യും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സെക്ഷൻ 59 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് സെക്ഷൻ 60 നമ്മൾ വേറൊരു വീഡിയോയിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സെക്ഷൻ 59ൽ പറഞ്ഞിട്ടുള്ളത് പ്രൂഫ് ഓഫ് ഫാക്ട്സ് ബൈ ഓറൽ എവിഡൻസ് ആണ്. സോ ഈ ഒരു സെക്ഷൻ പ്രകാരം, അതായത് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 59 പ്രകാരം ഡോക്യുമെന്റ്സിന്റെ ഉള്ളടക്കം ഒഴികെയുള്ള എല്ലാ വസ്തുതകളും നമുക്ക് ഈ ഓറൽ എവിഡൻസിലൂടെ തെളിയിക്കാവുന്നതാണ്. അതായത് സെക്ഷൻ 59 പ്രകാരം ഇപ്പോൾ ഒരു റിട്ടൺ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ഒരു ഓറൽ എവിഡൻസിനും ആ റിട്ടൺ ഡോക്യുമെന്റ് റോങ് ആണ് എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യാൻ നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ, ഒരു റിട്ടൺ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ആ റിട്ടൺ ഡോക്യുമെന്റ് തെറ്റാണ് എന്ന് തെളിയിക്കാൻ ഓറൽ എവിഡൻസിനെ കൊണ്ട് പറ്റില്ല എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Oral evidence doesn't always mean words that are spoken by mouth, but other methods also supports this method. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഓറൽ എവിഡൻസ് എല്ലായ്പ്പോഴും വായിലൂടെ സംസാരിക്കുന്ന വാക്കുകളാണ് എന്ന് അല്ല ഉദ്ദേശിക്കുന്നത്. മറ്റ് പല രീതികളിലൂടെയും നമുക്ക് ഈ ഓറൽ എവിഡൻസിനെ പിന്തുണയ്ക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കാൻ കഴിയാത്ത ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, സയൻസിലൂടെ അതല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളിലൂടെ എന്ത് ചെയ്യാം, അയാൾക്ക് അയാളുടെ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്താവുന്നതാണ്. As there prevailed a principle that if there is an availability of documentary evidence, it shall be considered the best evidence prevailed for the particular case. അതായത് നമുക്കൊരു പ്രിൻസിപ്പിൾ നിലവിൽ നിന്നിട്ടുണ്ട്. അതായത് ഒരു എന്താ പറയുക, ഒരു തത്വം നിലവിലുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്ററി എവിഡൻസിനെയാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എവിഡൻസ് ആയിട്ട് കണക്കാക്കേണ്ടത് എന്നുള്ളത്. അതായത് ഒരു കേസിൽ ഒരു ഓറൽ എവിഡൻസും ഉണ്ട്, അതുപോലെ ഒരു ഡോക്യുമെന്ററി എവിഡൻസും ഉണ്ടെങ്കിൽ ആ ഡോക്യുമെന്ററി എവിഡൻസിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടൊരു പ്രിൻസിപ്പിൾ തന്നെ നിലവിലുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Hence all facts except the documentary or any other records could be proved by oral evidence. So അതിനാൽ തന്നെ ഡോക്യുമെന്റ്സോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള റെക്കോർഡ്സ് ഒഴികെയുള്ള എല്ലാ വസ്തുതകളും നമുക്ക് ഈ ഓറൽ എവിഡൻസിലൂടെ തെളിയിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കൊരു കേസ് ലോ നോക്കാം. ടിമ ദോത്രെ വേഴ്സസ് ദ പയനീർ കെമിക്കൽ കമ്പനി. ഈ കേസിൽ ഹെൽഡ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡോക്യുമെന്ററി എവിഡൻസ്, ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഡോക്യുമെന്ററി എവിഡൻസ് സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ്സുമായി ബന്ധപ്പെട്ടിട്ട് ഓറൽ എവിഡൻസ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡോക്യുമെന്റിന്റെ എഴുത്തുകാരനെ എപ്പോഴും കോടതിയിലോട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ സമർപ്പിച്ചിട്ടുള്ള ഡോക്യുമെന്ററി എവിഡൻസ് അർത്ഥശൂന്യമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സോ ഒരു ഡോക്യുമെന്ററി എവിഡൻസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വീണ്ടും അതിന്റെ റൈറ്ററുടെ ഓറൽ എവിഡൻസ് എടുക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിലോട്ടാണ് റിസൾട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ ലോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത് ആകെ ഒരു ടൈപ്പ് ഓഫ് എവിഡൻസ് മാത്രമാണ്, ആൻഡ് ദാറ്റ് ഈസ് ഓറൽ എവിഡൻസ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. സോ ഈ ഒരു പ്രൊവിഷൻ, അതായത് നമ്മുടെ സെക്ഷൻ 59 ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, to prove the contents of a document by means of oral evidence would be a violation of that section. So ഒരു ഡോക്യുമെന്ററി എവിഡൻസിനെ വീണ്ടും ഓറൽ എവിഡൻസ് വഴി പ്രൂവ് ചെയ്യണം എന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 59നെ വയലേറ്റ് ചെയ്യുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ്. സോ നമ്മുടെ സെക്ഷൻ 59ൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമുക്ക് ഒരു ഡോക്യുമെന്ററി എവിഡൻസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെന്ററി എവിഡൻസിന് തന്നെ ആയിരിക്കും എപ്പോഴും പ്രയോറിറ്റി എന്നുള്ളതാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.